Hello my dear students, welcome to another new video of our YouTube channel Lesson Spot. കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? അതിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനദർ 2 ടൈപ്സ് ഓഫ് റിയാക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്നും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ എന്താണ് ഒരു ആക്ടിവിറ്റി, ഓക്കെ, ആ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡെഫിനിഷൻ എന്താണെന്നുള്ളത് പറയും. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കും. എന്തുണ്ടാക്കുന്നു? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ എന്താണ്? ബ്ലൂ കളറാണ്. ഓക്കെ, ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് അയൺ നെയിൽ, അത് ഫ്രഷ് ആയിട്ടുള്ള ഒരു അയൺ നെയിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു 20 to 30 minutes വെയിറ്റ് ചെയ്യുന്നു ഫോർ ദ റിയാക്ഷൻ ടു occur. So after the reaction is completed, we can see 2 main observations. ഓക്കെ, എന്തൊക്കെയാണ് ആ 2 മെയിൻ ഒബ്സർവേഷൻസ് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ബ്ലൂ കളറായിരുന്നു അല്ലേ? ഈ ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്തായി? പെയിൽ ഗ്രീൻ കളറായി. അതായത് കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ് ഫേഡ് ചെയ്തിട്ട് എന്ത് കളർ കിട്ടി നമുക്ക്? പെയിൽ ഗ്രീൻ കളർ കിട്ടി. ഓക്കെ, അതേപോലെ സെക്കൻഡ് ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു അയൺ നെയിലായിരുന്നു അല്ലേ എടുത്തത്. പക്ഷേങ്കിൽ ആഫ്റ്റർ ദ റിയാക്ഷൻ അയൺ നെയിൽ ഗെറ്റ്സ് കോട്ടഡ് വിത്ത് എ ബ്രൗൺ കോട്ടിംഗ്. ഒരു ബ്രൗൺ കോട്ടിംഗ് എന്ത് ഫോം ചെയ്തു? അയൺ നെയിലിൻ്റെ ചുറ്റും ഫോം ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കളർ ചേഞ്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എടുത്തത് എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു അല്ലേ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്തു? അയൺ നെയിൽ ഡിപ്പ് ചെയ്തു. അപ്പം നമ്മളിവിടെ എടുക്കുന്ന 2 മെറ്റൽസ് ഏതാണ്? അയൺ എടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ടുള്ള അയണും അതിൻ്റെ ഒന്നിച്ച് എന്തെടുത്തിട്ടുണ്ട്? കോമ്പൗണ്ട് ഫോമിലുള്ള കോപ്പർ സൾഫേറ്റ് എടുത്തു. അതിൽ കോപ്പർ ഇസ് ഇൻ ഇറ്റ്സ് കോമ്പൗണ്ട് ഫോം അല്ലേ? അപ്പോൾ ഈ അയണിനെയും കോപ്പറിനെയും നോക്കിക്കഴിഞ്ഞാൽ അയണിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലാണ്. എന്താണ്? അയണിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലാണ് കമ്പയർഡ് ടു കോപ്പർ. ഓക്കെ, അപ്പോൾ നമുക്കൊരു സീരീസ് പഠിക്കാനുണ്ട്. ആ സീരീസിൽ റിയാക്ടിവിറ്റി കൂടുന്നത് തൊട്ട് കുറഞ്ഞു വരുന്ന മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. അതിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഈ റിയാക്ടിവിറ്റി സീരീസിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ, ഏതാണ് ഹൈലി റിയാക്റ്റീവും ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്നുള്ളത്. അപ്പോൾ ഇതിൽ 2 മെറ്റൽസാണ് ഉള്ളത്. ആരൊക്കെ? അയണും ഉണ്ട്, കോപ്പറും ഉണ്ട്. അതിൽ അയൺ എന്ന് പറയുന്നത് മോർ റിയാക്റ്റീവാണ്, കോപ്പർ എന്താണ്? ലെസ് റിയാക്റ്റീവാണ്. ഓക്കെ, അപ്പോഴെന്താണ് ഈ അയൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ റിയാക്ടിവിറ്റി ഇറ്റ് വിൽ ബി ഡിസ്പ്ലേസിങ്. ഓക്കെ, ഇറ്റ് വിൽ ബി ഡിസ്പ്ലേസിങ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതായത് അയൺ എന്ത് ചെയ്യും? കോപ്പറിൻ്റെ പ്ലേസിൽ അങ്ങ് പോയി നിൽക്കും. ഓക്കെ, എന്നിട്ട് കോപ്പറിനെ അങ്ങ് ഡിസ്പ്ലേസ് ചെയ്ത് കളയും, പുറത്താക്കി കളയും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? കാരണം അയണിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലെ കോപ്പറിനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? അയൺ ഡിസ്പ്ലേസ് ചെയ്തു. കോപ്പറിന് പകരം SO4ൻ്റെ അടുത്ത് ആര് വന്നു? ഇപ്പം അയൺ വന്നു അല്ലേ? അപ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? FeSO4 നമുക്ക് കിട്ടി. അതേപോലെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന കോപ്പറും കിട്ടി. അപ്പം നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ we have seen that ferrous sulfateന്റെ കളർ എന്താണ്? പെയിൽ ഗ്രീൻ കളറാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് സൊല്യൂഷൻ ഫോം ചെയ്തു? FeSO4 സൊല്യൂഷൻ ഫോം ചെയ്തു. എങ്ങനാ? അയേണ് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് കോപ്പറിൻ്റെ ബ്ലൂ കളർ എന്തായിട്ട് മാറുന്നത്? പെയിൽ
ഗ്രീൻ കളറായിട്ട് മാറുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ, അയൺ നെയിലിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ കോട്ടിങ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ബ്രൗൺ കോട്ടിങ് എന്തുകൊണ്ടാണ് ഫോം ചെയ്തത്? ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന കോപ്പർ ഉണ്ട് അല്ലേ. ഈ കോപ്പർ എന്ത് ചെയ്യും? അയൺ നെയിലിൻ്റെ മുകളിൽ പോയിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് ഒരു ബ്രൗൺ കോട്ടിങ് അയൺ നെയിലിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? അപ്പോൾ ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ത് ചെയ്യും? ഡിസ്പ്ലേസസ്. ആര് ഡിസ്പ്ലേസ് ചെയ്യും? ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ വിൽ ബി ഡിസ്പ്ലേസിങ് എ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. ഈ റിയാക്ഷൻ ഓർ ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ക്ലിയർ ആണോ എല്ലാവർക്കും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഇനി ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ കോപ്പർ സൾഫേറ്റിന് പകരം നമ്മൾ FeSO4 ഫെറസ് സൾഫേറ്റും കോപ്പറുമാണ് എടുത്തതെങ്കിൽ, ഫ്രീ ആയിട്ടുള്ള കോപ്പറാണ് എടുത്തതെങ്കിൽ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ? ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്? ഫ്രീ ആയിട്ടെടുക്കുന്ന മെറ്റൽ എപ്പോഴും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കണം. ഇവിടെ ഫ്രീ ആയിട്ടുള്ള മെറ്റൽ ആരാ? കോപ്പറാണ് അല്ലേ. കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? കമ്പയർഡ് ടു അയൺ ഇറ്റ് ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ്. അപ്പം എന്തില്ല? കോപ്പറിന് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ റിയാക്ടിവിറ്റി. ക്ലിയർ ആണോ ഇത്രയും? ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സിമ്പിളായിട്ട് എന്താണെന്നുള്ളത്. ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എപ്പോഴും ബോർഡ് എക്സാമിന് എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു എവ്രി വൺ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് നോക്കിയാലോ. അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ ദ റിയാക്ടൻസ് വിൽ ടേക്സ് പ്ലേസ്. എന്താണ്? a reaction in which there is an exchange of ion between the reactants. നമുക്ക് നോക്കാം എന്താണ് എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് എന്നുള്ളത്. അതിനു മുമ്പേ നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം കേട്ടോ. അപ്പോഴേ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കും. സോ യു ക്യാൻ സീ സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷനാണ് അല്ലേ. അതേപോലെ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനും ഉണ്ട്. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനും എന്താണ്? ഒരു കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. ഇനി ഈ രണ്ട് സൊല്യൂഷൻസും വി വിൽ ബി മിക്സിങ് ടുഗെദർ. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ്? യു ക്യാൻ സീ ഹിയർ ആ വൈറ്റ് സബ്സ്റ്റൻസസ് ഫോംഡ് അല്ലേ. അപ്പോൾ ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റ് സൊല്യൂഷനും വെൻ ഇറ്റ് ഇസ് മിക്സ്ഡ് ടുഗെദർ ആ വൈറ്റ് precipitate is formed. അപ്പോൾ ഞാനൊരു വേർഡ് യൂസ് ചെയ്തു, എന്താ? precipitate അല്ലേ. എന്താണ് precipitate? വാട്ട് ഈസ് ദിസ് precipitate? അപ്പോൾ precipitate എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ ഇൻസൊലബിൾ ആയിട്ട്, അതായത് രണ്ട് സൊല്യൂഷൻസ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൽ ഇൻസൊലബിൾ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? precipitate എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ? precipitate എന്ന് വെച്ചാൽ ആ സബ്സ്റ്റൻസ് വിച്ച് ഇസ് ഇൻസൊലബിൾ ഇൻ വാട്ടർ. ക്ലിയർ? അപ്പോൾ കളർലെസ് ആയിട്ടുള്ള ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും മിക്സ് ചെയ്തേരെ നമുക്ക് എന്ത് കിട്ടി? വൈറ്റ് കളറുള്ള ഒരു precipitate കിട്ടി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ മിക്സ് ചെയ്തേരെ ഒരു precipitate കിട്ടി അല്ലേ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു precipitate ഫോം ചെയ്യുന്നെങ്കിൽ ആ റിയാക്ഷൻ നമുക്ക് എന്തും കൂടെ വിളിക്കാം? precipitation reaction എന്ന് വിളിക്കാം. ഓക്കെ, whenever a reaction is taking place and if there is a formation of precipitate, this reaction can be called as precipitation reaction. Clear ആണോ? ഇനി നോക്കാം. ഇനി നമുക്ക് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? സോഡിയം സൾഫേറ്റ് എടുത്തല്ലേ. സോഡിയം സൾഫേറ്റിൽ അയോൺസ് ഏതൊക്കെയെല്ലാണ്? Na+ഉം SO4 2-ഉം. അതേപോലെ ബേരിയം ക്ലോറൈഡിലാണെങ്കിലോ Ba2+ഉം Cl- അല്ലേ.
അപ്പോൾ ഇവിടെ എന്ത് നടന്നു? എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് നടന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ Na+ എവിടെ പോവും? ബേരിയത്തിൻ്റെ പ്ലേസിൽ പോവും. Ba+ എവിടെ പോവും? Na+ൻ്റെ പ്ലേസിലും പോവും. അതായത് 2 അയോൺസും പരസ്പരം അവിടെ എക്സ്ചേഞ്ച് നടന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? SO4ൻ്റെ അടുക്ക് ആര് വന്നു? ബേരിയം വന്നല്ലേ. അപ്പോൾ BaSO4 എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് കിട്ടി. അതേപോലെ ക്ലോറിൻ്റെ അടുത്തേക്ക് ആര് പോയി? സോഡിയം പോയി അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് കിട്ടിയത് എന്താണ്? NaCl. അപ്പോൾ ഇവിടെ എന്ത് നടന്നു? ടോട്ടലി എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്. 2 അയോൺസും പരസ്പരം എക്സ്ചേഞ്ച് നടന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, അതായത് ദർ ഇസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ബോത്ത് ദ അയോൺസ്. 2 കോമ്പൗണ്ടിലുള്ള അയോൺസും പരസ്പരം എക്സ്ചേഞ്ച് ആവുന്നു. അതേപോലെ തന്നെ ഈ ഒരു റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ഈ ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ വേറൊരു എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലെന്താ നടക്കുന്നത്? ഇതിൽ നമ്മൾ ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു, അതും പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ എടുക്കുന്നു. സോ ഈ ബോത്ത് ദ സൊല്യൂഷൻസ് ആർ കളർലെസ് അല്ലേ. നമ്മൾ വെൻ വി ആർ മിക്സിംഗ് ബോത്ത് ദ സൊല്യൂഷൻസ് ടുഗെദർ വി വിൽ ബി ഗെറ്റിംഗ് എ യെല്ലോ കളേർഡ് precipitate. ഓക്കെ, ആ യെല്ലോ കളർഡ് precipitate എന്താണ്? ഇവിടെ ലെഡ് അയോഡൈഡ്, യു ക്യാൻ സീ ഹിയർ ലെഡ് അയോഡൈഡ്. ലെഡ് അയോഡൈഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്തത് കൊണ്ടാണ് ഇവിടെ എന്ത് കിട്ടിയത്? യെല്ലോ കളർ precipitate കിട്ടിയത്. തൊട്ട് മുമ്പത്തെ റിയാക്ഷനിൽ വൈറ്റ് കളർഡ് precipitate കിട്ടിയത് എന്തുകൊണ്ടാ? ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഫോം ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 റിയാക്ഷൻസും എന്തിൻ്റെ എക്സാമ്പിളാണ്? പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഓൾസോ. ഓക്കെ, അപ്പോൾ ഈ 2 എക്സാമ്പിൾസും ആക്ടിവിറ്റി അലോങ് വിത്ത് ദ റിയാക്ഷൻസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് യുവർ ഡൗട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഐ ആം ഫ്രീ ടു ആൻസർ ഓൾ യുവർ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.